വീണയുടെ തലക്കിട്ടടിച്ചതുപോലെയായി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന. രണ്ടും മന്ത്രിമാരാണ്, രണ്ടും CPM-ൻ്റെ മെമ്പർമാരാണ്. പക്ഷേ വീണ പാർട്ടിക്കകത്ത് ജൂനിയറാണ്, സജി ചെറിയാൻ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സജി ചെറിയാൻ പറഞ്ഞത്, എനിക്ക് ഡെങ്കുപ്പനി വന്നപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി, അവിടെ വെച്ച് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് നേരെ പോയി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. 14 ദിവസം എനിക്ക് ബോധമില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ്. ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ വേണമെന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കും. അവിടെ നല്ല ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും എന്ന് പറഞ്ഞത് വീണ ജോർജിനെ തുറന്നു കാട്ടലായി. അതായത് മെച്ചപ്പെട്ട ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലില്ല, മെച്ചപ്പെട്ട ഉപകരണങ്ങളില്ല, ആളുകൾക്ക് വിശ്വാസത്തോടെ പോകാൻ കഴിയുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ആകെ വിവാദങ്ങളിൽപ്പെട്ട് മുങ്ങി നിൽക്കുന്ന വീണയ്ക്കൊരു പ്രഹരം പോലെ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി അതല്ല, അദ്ദേഹം ബോധത്തോടെ മനഃപൂർവ്വം വീണ ജോർജിനിട്ടൊരു പണി കൊടുത്തതാണെങ്കിൽ, രണ്ടുപേരും പത്തനംതിട്ട ജില്ലക്കാരാ അല്ലേ? ഈ ജില്ലയിൽ ഞാനല്ലാതെ മറ്റൊരു രാമനുണ്ടോ എന്ന് ചോദിച്ചതുപോലെ പത്തനംതിട്ടയിൽ വേറൊരു മന്ത്രി എന്തിന് എന്നുള്ള ഉദ്ദേശത്തോടെ ബോധപൂർവം സജി ചെറിയാൻ ചോദിച്ചതാണോ എന്നറിയില്ല. ഏതായാലും വീണ പറഞ്ഞു, ഇത് എൻ്റെ സജി ചെറിയാൻ ഇങ്ങനെയല്ല, സജിച്ചാൻ ഇങ്ങനെ പറയത്തില്ല, സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞു കാണത്തില്ല എന്നൊക്കെ വീണ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിനകത്ത് പൊളിറ്റിക്സ്? അത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഈ 2019 ഡെങ്കുപ്പനി വന്നപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അപ്പൊ 2019 ആരോഗ്യമന്ത്രി ആരാ? അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. അല്ല, അവിടെ നിന്നൊരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ട്. അതുകൊണ്ട് അല്ല, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വീണ ജോർജിനെ പറ്റിയൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയേണ്ട കാര്യമില്ല. ഈ കൊള്ളുമ്പോ മറ്റിടത്തും ചെന്ന് കൊള്ളുന്നുണ്ട് ശൈലജ. പക്ഷേ അത് ഇപ്പം സാറിനെ പോലെയുള്ള കൂർമ്മ ബുദ്ധിക്കാരായ മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മ, ജനം ഓർക്കുന്നത് വീണക്കിട്ടാണെന്ന് പറയുന്നത്. അത് ഇയാള് ഇദ്ദേഹം വീണക്കിട്ട് കൊടുത്ത ഭരണഘടനാ പ്രശ്നമുണ്ട്. പൊളിറ്റിക്സ് നോക്കിയാൽ അങ്ങനെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചർച്ച ചെയ്യാത്തതാണ്. കാരണം അവിടുത്തെ ലോക്കലായ സഖാക്കളെയൊന്നും നമുക്കത് അറിയില്ലല്ലോ. പക്ഷെ അവിടുത്തെ ഈ പത്തനംതിട്ട ഇവരുടെ മേഖലയിലെ വീണ ജോർജിന്റെ മേഖലയിലെ സഖാക്കൾ ഏതാണ്ട് വീണക്കെതിരാണ്. എല്ലാവരും വീണക്കെതിരാണ്. അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ, പേര് ഞാൻ മറന്നുപോയി, പേര് ഞാനും മറന്നു, മറ്റേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മന്ത്രി വോട്ട് MLA ആകാൻ പോലും കഴിവില്ല, ഗുണമില്ല എന്ന്. അപ്പൊ അങ്ങനെ ഒരു സാധാരണ സഖാവ് പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ഒരു പ്രമാണിയുടെ പിന്തുണ ഉണ്ടാവണം. അത് പ്രമാണി സജി ചെറിയാനാണ്, പത്തനംതിട്ടയിലെ പ്രമാണി. അതെ, അപ്പൊ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആ പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സജി ചെറിയാനും കൂടി ഇങ്ങനെ പറഞ്ഞത്, ഈ വീണയെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം എന്നുള്ള സജിയുടെ ഒരു അജണ്ടയായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ അതിൻ്റെ രാഷ്ട്രീയം വന്നത്. അതങ്ങനെ വരുള്ളൂ. അടിയൊഴുക്കെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ആ ഒരു സഖാവ് മാത്രമൊന്നും അല്ല വീണ പോകണമെന്ന് പറയുന്നത്. പൊതുവെ ഈ താഴെത്തട്ടിൽ നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുക, അങ്ങനെയാണല്ലോ ഇവരെ പുറത്തു കളയാൻ പറ്റുക. എന്നിട്ട് അവിടെ നിന്ന് ഇത് സെക്രട്ടേറിയറ്റിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു ചർച്ച ഉണ്ടാക്കുക. ഇങ്ങനെ പുറത്തു കളയാനുള്ള സജി ചെറിയാൻ്റെ ഒരു അജണ്ട അതിൻ്റെ അകത്ത് ഉണ്ട്. അത് രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. സജി അങ്ങനെ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ വീണ പറഞ്ഞു. പക്ഷെ പറഞ്ഞത് പരസ്യമായിട്ടാണല്ലോ. പിന്നെ എല്ലാ മാധ്യമങ്ങളിലും ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞു. അതെ, ദൃശ്യങ്ങൾ വ്യാജമാണെന്നൊന്നും വീണ ജോർജിന് പറയാൻ പറ്റില്ല. ഒരു അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. പിന്നെ ഈ ഒരുപാട് കാര്യങ്ങളിൽ ഇവര് പാളിയിട്ടുണ്ട് എന്ന് പാർട്ടിയിൽ തന്നെ അഭിപ്രായമൊക്കെ ഉണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഒരു സൗമനസ്യത്തിലും ഔദാര്യത്തിലുമൊക്കെ ഇങ്ങനെ നിന്ന് പഴച്ചു പോവാണ്. അപ്പോൾ നമ്മളുടെ ഇതിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ വഷളാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമായിരുന്നല്ലോ. സത്യമാണത്. നമ്മൾ ഇപ്പം ഞാൻ പഠിച്ചിരുന്ന മഹാരാജാസ് കോളേജ് അന്ന് എങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയായിരുന്നു നമ്മൾ പറയുമ്പോൾ പട്ടാളക്കാർ കഥ പറയുന്ന പോലെയൊന്നും എടുത്തിട്ട് കാര്യമില്ല. അന്ന് ഈ ക്രീം എന്ന് പറയുന്ന എല്ലാവരും അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും വന്നു ചേരുന്നൊരു സ്ഥലമാണ് എന്ന് തൽപര കക്ഷികൾ പറയുന്നുണ്ട്. അതെ.
അത് സത്യവുമാണ്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അവിടുത്തെ കുട്ടികളെ മുഴുവൻ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. അതെ, BSc സുവോളജിയാണ് ഞാൻ അവിടെ പഠിച്ചത്, ഡിഗ്രി. 45 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു, സുബ്രഹ്മണ്യം ശങ്കർ എന്ന് പറഞ്ഞു, ശങ്കർ. എനിക്ക് ഉടനെ ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ കൂടെ സുവോളജിക്ക് പഠിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. ഇങ്ങനെയാണ് നമ്മളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ പദവിയിലൊക്കെ ആയിരിക്കും ഇവരുണ്ടാവുക. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഈ ഞാൻ പറയാൻ വന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പൊളിവ് ഇത് നമ്മുടെ ആതുര ചികിത്സാ രംഗത്തുണ്ട്. അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി ഇപ്പോൾ അമല ആശുപത്രിയിൽ തൃശ്ശൂർ അദ്ദേഹം വികസന വിഭാഗത്തിൻ്റെയോ മറ്റോ മേധാവിയാണല്ലോ. ഞാൻ ഈ കോവിഡ് കാലത്ത് രാമൻകുട്ടിയുടെ ഒരു സ്റ്റഡി പഠനം വായിച്ചു. അതിൽ രാമൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ 2000 കിടക്കകൾ മാത്രമാണ് കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1947 ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് ഈ ആതുര ശുശ്രൂഷ രംഗത്തിന് തീരെഴുതി കൊടുത്തു. നമ്മൾ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെ ഒന്നും വികസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഓരോ തവണയും വരുന്ന ആരോഗ്യമന്ത്രിമാരെ സ്വകാര്യ മേഖല, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ സഭയുടെയൊക്കെ ആണല്ലോ ആശുപത്രികൾ, അവരെങ്ങനെയെങ്കിലും നന്നായിട്ട് വരട്ടെ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ അങ്ങനെ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിൽ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സഭ മാത്രമല്ല, ഇസ്ലാമിക സംഘടനകളും ഒക്കെ ആതുര സേവന രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആതുര സേവന രംഗത്ത് ആദ്യകാലത്ത് വരുന്നതൊക്കെ അതെ സഭാ സ്ഥാപനങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്. മലയാളത്തിൽ വരേണ്ടതാണ് ആ പുസ്തകം. എല്ലാ ഡോക്ടർമാരും വായിക്കേണ്ടതാണ്, ആരോഗ്യമന്ത്രിയൊക്കെ വായിക്കേണ്ടതാണ്. അത് അധികം ആളുകൾ വായിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പബ്ലിഷർ ഇറക്കിയതാണ് ഈ പുസ്തകം. സൂര്യനാട്ട് കുഞ്ഞമ്പിള്ളയുടെ മകനാണ് ഡോക്ടർ കെ രാജശേഖരൻ നായർ. വലിയ ന്യൂറോ ഡോക്ടറാണ്, വലിയ ആളുകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. ഡോക്ടർ ഒളിവർ സാക്സിൻ്റെ ഒക്കെ സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ ഡോക്ടർ സോമർവെൽ മുതലുള്ള കേരളത്തിലുണ്ടായിരുന്ന വലിയ ഡോക്ടർമാരുടെയൊക്കെ ഈ ജീവചരിത്ര കുറിപ്പുകളും അതിൻ്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ 1938 ജനിച്ചു എന്നുള്ളതല്ല, കഥകൾ. ഡോക്ടർ ശങ്കർ രാമൻ, ബുക്കിന്റെ പേരെന്താ? മോഡേൺ മെഡിസിൻ ഇൻ കേരള. ഞാൻ രാജശേഖരൻ നായരോട് ഒരിക്കൽ പറഞ്ഞാണ് ഞാനിത് പരിഭാഷ ചെയ്ത് തന്നേനല്ലോ എന്ന് മലയാളത്തിലിറക്കാൻ. അത്ര മനോഹരമായ പുസ്തകം. ശങ്കർ രാമൻ, KN പൈ, ഇങ്ങനെ ഡോക്ടർ വാര്യര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നേ. അപ്പോൾ പഴയ ഡോക്ടർമാർ അവർക്ക് ഈ മനോധർമ്മം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇദ്ദേഹം വിവരിക്കുന്നുണ്ട്. മറ്റേ നളചരിതം കഥകളിപ്പതൊക്കെ പാടിക്കൊണ്ട് കിടന്നിരുന്ന ആളാണ് ഈ ഡോക്ടർ വാര്യർ, മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന പഴയ ഡോക്ടർമാരെ പറ്റിയൊക്കെ സോമർവെൽ മുതലുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആതുര ശുശ്രൂഷ രംഗം ഈ പറഞ്ഞതുപോലെ മിഷണറിമാരുടെ സംഭാവന, തിരുവിതാംകൂറിൽ മറ്റേ ഒരു റീജൻ്റായിരുന്ന റാണിയുടെ സംഭാവന ഇല്ലേ, ക്ലിനിക്കുകൾ വരുന്നത്, ഈ ഭാഗത്ത് നിന്ന് വലിയ മുന്നേറ്റം ഈ ജനാധിപത്യ കാലത്ത് ഉണ്ടായില്ല. താല്പര്യങ്ങളാണ് നിക്ഷിപ്ത താല്പര്യം. അതിന് വീണെ മാത്രം ബലിയാടാക്കിയിട്ട് കാര്യമില്ല. എല്ലാ സർക്കാരുകളിലെയും ആരോഗ്യമന്ത്രിമാരുടെയും സർക്കാരുകളുടെയും താല്പര്യമായിരുന്നു സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതെ, ഒരു വോട്ട് ബാങ്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ സുനിൽ രണ്ടാമത് വേറെ ആളുകൾ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെയും ഒരു വോട്ട് ബാങ്ക് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മറ്റേ പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഇപ്പോ ധനികര് പോലും സർക്കാർ ആശുപത്രിയിൽ ആണ് പോകുന്നത്. പക്ഷേ സർക്കാർ ആശുപത്രിയിലാണല്ലോ പോയിരിക്കുന്നത്. ആണല്ലോ, എല്ലാ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിനും വരുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, അപ്പൊ അദ്ദേഹം ആ കൂട്ടത്തില് പെട്ടതായിരിക്കും. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ അല്ല, അത് ശരിയാണ്. ധനികർ പോലും സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട്. പിണറായി ധനികനല്ല, അല്ല, പ്രോലിറ്റേറിയറ്റ്. അപ്പോൾ അമേരിക്കൻ
ദാക്ഷിണ്യം, ഔദാര്യം, കാരണം അമേരിക്കക്കാരുടെ സൗജന്യം US എയ്ഡ് എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ എയ്ഡ് കിട്ടി പോയിരിക്കുന്നതാണ്. അപ്പോൾ ഈ മറ്റേ അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അവർക്ക് ആശുപത്രിയിൽ പോകാൻ, സർക്കാർ ആശുപത്രിയിൽ പോകാനായിട്ട് മടി, ഇവർ പിശുക്കന്മാരാണെന്ന് ആളുകൾക്ക് തോന്നുമോ എന്ന് വിചാരിച്ചിട്ട്. ഇതേ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്കിലെ റോഡുകൾ പോലെയാണ് കേരളത്തിലെന്ന്. നമ്മൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡുകളല്ലേ. അതെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോൾ പോസ്റ്റ് കണ്ടു. മുഹമ്മദ് റിയാസ് നിൽക്കുന്നു, തൊട്ടടുത്ത് 100 കുഴികൾ, എന്നിട്ട് ക്യാപ്ഷൻ കുഴിമന്ത്രി. എന്ത് നല്ല നമ്മൾ ഈ ഇമാജിനേഷൻ. അതെ, നമ്മൾ F-35 വന്നതിന് ശേഷം എന്തുമാത്രം രസകരമായ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന പരസ്യങ്ങളാവുന്നിരിക്കുന്നത് അല്ലേ, ധാരാളം പരസ്യങ്ങൾ. അതിന്റെ ക്രെഡിറ്റ് എന്തെങ്കിലും മുഹമ്മദ് റിയാസിനാണ്. ആദ്യത്തെ പരസ്യം കേരള ടൂറിസമാണ് ചെയ്തത്. ഇനി ജ്യോതി മൽഹോത്ര വെച്ചും കൂടി ഒരു പരസ്യം ചെയ്യണം എന്ന് ജനങ്ങളുടെ ആവശ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മുഹമ്മദ് റിയാസിന്റെ കൂടെയാണ് ആ കാര്യത്തിൽ. കാരണം മുഹമ്മദ് റിയാസ് എന്നുള്ള മന്ത്രിക്ക് അതിനകത്ത് ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. ഒരാളെ കിട്ടുമ്പോൾ ചക്കയോ വല്ലതാണോ തുറന്നു നോക്കിയിട്ട് ഇവൻ ചാരനാണോ അല്ലയോ നോക്കാൻ. അതിനെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാം എന്നല്ലാണ്ട് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ, എൻ്റെ കാഴ്ചപ്പാടാണ്, സാറിൻ്റെ അല്ല, എല്ലാത്തിനും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നു, ഇവർ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്യുന്ന ഒരു വനിതയാണ്. അല്ല, എൻ്റെ നിലപാടായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കുണ്ടെന്ന് എന്നെ കണ്ടെത്തിയാൽ മാത്രമേ നമ്മൾ പറയാവൂ, അത്രേ ഉള്ളൂ. കുറ്റപ്പെടുത്താവോ ഏതെങ്കിലും ഏജൻസിയോ, അല്ലാതെ റിയാസിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, നമുക്ക് യോജിപ്പില്ല. അല്ല, എന്നെ കണ്ടെത്തിയാലേ നമ്മൾ പറയാവൂന്നേ ഞാൻ എന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞു വെച്ചത്. പിന്നെ കാരണം ഇത് എങ്ങനെ വന്നു, എങ്ങനെ മലബാറിൽ തന്നെ വന്നു, അങ്ങനെയൊക്കെ അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഇങ്ങനെ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടും ഏത് ആരോഗ്യമന്ത്രിക്കും സർക്കാർ ആശുപത്രികളെ ശ്രദ്ധിക്കാതിരിക്കാം. അങ്ങനെയുണ്ട്. അതിപ്പോൾ എന്തൊക്കെയാലും സൈദ്ധാന്തികമായ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് മനസ്സിലാവുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പാർട്ടിയുടെ സജി ചെറിയാൻ. പാർട്ടി ബ്രാഞ്ചിലോ പരമാവധി വന്ന ഏരിയ കമ്മിറ്റിയിലോ ഒക്കെ കാണുള്ളായിരിക്കും, എനിക്കറിയില്ല. ഈ വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗമാണോ അല്ലാണെന്ന് എനിക്കറിയില്ല. അവർക്കെതിരെ മേൽക്കമ്മിറ്റിയിലെ സഖാവായ മന്ത്രി അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കഴിഞ്ഞ ഇതില് ക്ഷണിതാവോ എന്തൊക്കെ ആക്കിയല്ലോ. അപ്പോഴും ഈ സഖാക്കള് പരാതിയൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത്ര കൊല്ലായി ഞാൻ മറന്നുപോയി, ഞങ്ങൾ ഇത്രയും കൊല്ലായി ഇപ്പൊ ഈ കൈലുകുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയില്ലല്ലോ. അപ്പൊ അതിൽ സജി ചെറിയാൻ അപ്പൊ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഒരു ശാസന, ഒരു താഠനം ഒക്കെ ആയിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മാത്രം സംരക്ഷണം, മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. വീണയ്ക്ക് തുണ ഇനി വീണയുടെ അച്ഛനാണ്. അതാണ് മറ്റേ വീണയുടെ അച്ഛൻ. അതെ, 2 വീണ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.